ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതിയാൽ മതി. ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക, നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ട് ഇരുന്ന് പറ്റുമെങ്കിൽ ഒരു കൊല്ലം അതിലിരുന്നോ, ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചി ഇതാ എല്ലാത്തിൻ്റെയും ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നണം. എനക്ക് വന്ന് കണ്ണുകടിയാണിത്, കണ്ണുകടിയും ഇതുവല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല. എനക്കറിയാം, എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് ഇനി അടുത്ത ഇത് കഴിഞ്ഞ് ഇനി അടുത്തോം വരെയായിരിക്കും. എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ബാക്ക് വലിയണായിരുന്നടാ. ഇത് കണ്ടോ, എൻ്റെ മൊത്തം സേവിങ്സ് ഞാൻ ഒരു കോയിലിട്ടിട്ടുണ്ട് മോനെ. 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണറാകാൻ പോയി. എനിക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റീലാണിത്. ഇതിന്റെ ഫാക്ട് തൊപ്പി പറഞ്ഞ കോയിൻ ഏതാണ്? നെക്സ്റ്റ് മില്യണർ. ആടാ കളിയാക്ക്. എടാ മോനെ, ഇതൊന്നും എൻ്റെ രോമത്തിൽ തൊടുന്ന ഒരു കാര്യം പറയട്ടെ. ഞാൻ മൊത്തമായിട്ട് ദരിദ്രവാസി ആയിട്ടല്ല ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഓൾറെഡി 4-5 വണ്ടി വാങ്ങി. ഫോർച്യൂണറും മറ്റേ BMW എല്ലാം ആയിട്ട് ഞാൻ വണ്ടികൾ വാങ്ങി. എൻ്റെ വീട് ഇതാക്കി, കുറേ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്. ഓക്കെ, ഞാൻ ദരിദ്രവാസി അങ്ങനെ ചിന്തിക്കല്ല. വലിയൊരു എമൗണ്ട് കൈവന്ന് പോയതിൻ്റെ ഇത് മാത്രമേ എനിക്ക് ഉള്ളൂ. ഓക്കെ, ഇതെന്താ സീനെന്താ അറിയോ? ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെയൊന്നും ആവില്ല എന്ന് തോന്നുന്നു. ഓൻ്റെ അലാക്കിൻ്റെ ചൈനീസ് കോയിൻ, ആഫ്രിക്കൻ കോയിൻ, വല്ല ബിറ്റ് കോയിനിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാനും. ഇത് വലിയ അത്യാഗ്രഹം മുത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചതെന്ന്, മരമണ്ടത്തരം ഞാൻ കാണിച്ചതെന്ന്. ഇത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത്, മൊത്തം പഠിക്കുക, നല്ലോണം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇറങ്ങിക്കോട്ടെ മോനെ. ഞാൻ കാര്യം പറയാലോ.